സൂപ്പർ പ്രൈമിന്റെ അവസാന ഘട്ടത്തിലേക്ക് ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ KM മാണി പാളയം മാറുമെന്ന ചർച്ചയുണ്ടായിരുന്നു. അന്നത് ഉമ്മൻചാണ്ടിയെയാണ് ബാധിക്കുന്നത്, ഉമ്മൻചാണ്ടി അതിൻ്റെ ഭാഗമായി ബാർക്കോഴ പുറത്തേക്ക് വിടുന്നു എന്നായിരുന്നു ആക്ഷേപം. പക്ഷെ പിന്നീടാണ് അറിയുന്നത് ഈ ആർ ചന്ദ്രശേഖരൻ്റെ ദൂത്, KM മാണി അത് തിരസ്കരിക്കൽ, പിന്നെ വീണ്ടും KM മാണിയെ പിടിക്കാനുള്ള അടുത്ത നടപടി, അങ്ങനെ വന്നപ്പോൾ അത് ഉമ്മൻചാണ്ടിയും ധരിക്കുന്നു രമേശ് പറയുന്നതാണ് ശരിയെന്ന്. പിന്നെയാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത പുറത്ത് അറിയുന്നത്. ആ ഘട്ടം മുതൽ രമേശിൽ നിന്ന് അകന്നുകൊണ്ട് KM മാണിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന സമീപനം ദാ ഇന്നുവരെ ഉമ്മൻചാണ്ടി തുടരുന്നു. അങ്ങ് പറഞ്ഞു അങ്ങയുടെ പരാജയമെന്ന്. തോറ്റമ്പിപ്പോയ മുന്നണിയുടെ എല്ലാ സ്ഥാനമാനങ്ങളും മാറ്റിവെച്ച ഇരിക്കുന്ന ഉമ്മൻചാണ്ടിയെ പോലെ വ്യക്തി ഇന്നും പക്ഷേ KM മാണിയെ അനുകൂലിച്ചുകൊണ്ട് മറുപടി പറയുന്നു. എന്തുകൊണ്ടാകാം ശ്രീ വാഴക്കൻ? ഞാൻ ആദ്യം പറയട്ടെ, ഈ ചന്ദ്രശേഖരനെ ദൂതുമായിട്ട് അയച്ചു എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ സാങ്കല്പികമായി. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്നാണ് ഈ പറയുന്നത്? ആരാ പറയുന്നത്? ആ ജോസ് കെ മാണി റോമിൽ നിന്ന് ഞാൻ വന്നിട്ടില്ലല്ലോ. ആ ജോസ് കെ മാണി വന്നിട്ട് ഒരു വാക്ക് പറയട്ടെ, ഇവിടെ നിന്നുകൊണ്ട് തല നിവർത്തിപ്പിടിച്ച് ആണായിട്ടൊരു കാര്യം പറയട്ടെ, ജോസഫ് വാഴക്കനും ഇന്ന ആളുകളും ഗൂഢാലോചന നടത്തി, ഞങ്ങൾക്ക് ബോധ്യമുണ്ട് പറഞ്ഞാൽ അപ്പോൾ ഞാനതിന് മറുപടി പറയാം. എൻ്റെ അടുത്തൊന്ന് പറയട്ടെ, ഞങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള മാന്യത അതൊന്നും ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ. ചെന്നിത്തലയുടെ പങ്കോ ശ്രീ വാഴക്കൻ? ചെന്നിത്തലയുടെ പങ്കോ? സമയക്കുറവുകൊണ്ട് വേഗം മറുപടി. ചെന്നിത്തലയുടെ പങ്ക് ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും, ഞാൻ ആദ്യം ചോദിച്ചല്ലോ, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നു ഉമ്മൻചാണ്ടി അവിടെ ഇരിക്കുമ്പോൾ എന്നാരെങ്കിലും ഇതുവരെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? മാത്രമല്ല, കേരള കോൺഗ്രസ് ഇല്ലാതെ എങ്ങനെ മുഖ്യമന്ത്രിയാവാൻ കഴിയും? ശരി അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ ചോദിക്കുന്നത് KM മാണി ഇല്ലാതെ, കേരള കോൺഗ്രസ് ഇല്ലാതെ എങ്ങനെ മുഖ്യമന്ത്രിയാകാൻ കഴിയും? രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകാൻ ആഗ്രഹിച്ചു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം ഒരിക്കലും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ 10-16 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഉമ്മൻചാണ്ടിയെ ടോപ്പിൾ ചെയ്തിട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആഗ്രഹിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ പോലും പറയില്ല. ശരി ഈ ചർച്ച അവസാനിപ്പിക്കണം. സജി, നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണെങ്കിൽ അതിന് വിശ്വാസ്യതയില്ല. ഇനി നിങ്ങളുടെ പാർട്ടി ലീഡർ ആധികാരികമെന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് പുറത്തുവിട്ടാലും ഇതാണ് പൊതുവിലുണ്ടായിരിക്കുന്ന പ്രതികരണം ഈ ചർച്ചയിൽ. സജി, ചുരുക്കം വാക്കുകളിൽ. അല്ല, ഒറ്റ കാര്യം പറയാം. ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ചർച്ചയിൽ പറഞ്ഞു, ഈ റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നതല്ല. ഔദ്യോഗികമായിട്ട് പുറത്തുവിടുന്നെങ്കിൽ പാർട്ടി ചെലവാൻ വിടും. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം 3 പേരും ഒപ്പം ഇരുന്ന് പറഞ്ഞു ജേക്കബ് തോമസ് ഇവിടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റാ. ജേക്കബ് തോമസിനെ വെള്ളപൂശാൻ ചിലർക്ക് ശ്രമിച്ചു. ബഹുമാനപ്പെട്ട വാഴക്കൻ തന്നെ പറഞ്ഞാൽ മതി. 24/7/2014 ശ്രീ ജേക്കബ് തോമസ് ഇവിടെ ADGP അധികാരത്തിൽ വന്നു, ചുമതലയേറ്റു. എന്താണ് അതിന് കാരണം? അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹത്തിന് പേര് 2 കേസുണ്ട്. പോർട്ട് ഡയറക്ടറായിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിന്റെ DCC സെക്രട്ടറി സത്യൻ നരവൂർ കൊടുത്ത പരാതി, ആ പരാതിയിന്മേൽ എന്താ അദ്ദേഹം IPS ഉദ്യോഗസ്ഥനായ എടുത്തുകൊണ്ട് മറ്റൊരു പറയട്ടെ, ഞാൻ പറയാം. ആ കേസ് ആ കാലഘട്ടത്തിൽ 2024-7 അധികാരത്തിലിരുന്ന ജേക്കബ് തോമസ് അത് തേച്ചു മാച്ച് കളഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ പോർട്ട് ഡയറക്ടറായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കേസ്, അഴിമതി കേസ്, അത് ഞങ്ങളാരും കൊടുത്തതല്ല, DCC സെക്രട്ടറി സത്യൻ കൊടുത്ത കേസ്. ഓരോരുത്തരുടെ ജാതകം ഇവിടെ എഴുതി വായിക്കുമ്പോൾ സജി ആധികാരികമായ റിപ്പോർട്ടുമായി ഏതെങ്കിലും ഒരു ദിവസം ഈ വഴിക്ക് വരിക. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.